അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴമയുടെ രുചിക്കൂട്ടുകളടങ്ങിയ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എല്ലാവരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പുളിശ്ശേരിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മൺചട്ടി ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുത്ത വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. വെള്ളരിക്ക എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാടാത്ത വെള്ളരിക്ക വേണം ഇതിനായിട്ട് എടുക്കാൻ. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയുള്ളൂ. വെള്ളരിക്കയുടെ തൊലിയെല്ലാം മാറ്റിയതിനു ശേഷം വെള്ളരിക്കയുടെ ഉള്ളിലുള്ള കുരുവെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നല്ല പഴുത്ത മാങ്ങ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങയും 250 ml കപ്പിന് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് മാങ്ങ പഴുത്തിട്ടുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി 5 പച്ചമുളക് 2 മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ആദ്യമേ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. ആദ്യം കുറച്ച് ഉപ്പിട്ട് നോക്കിയിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും. ഇനി വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോ എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. ഈ മാങ്ങയും വെള്ളരിക്കയും വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതും 250 ml കപ്പിന് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് വെള്ളമല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാൻ പോകുന്നത്. ഇപ്പൊ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കഷ്ണങ്ങൾ മുഴുവനും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത കഷ്ണങ്ങൾ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പൊ മാമ്പഴവും വെള്ളരിക്കയും ചെറുതായിട്ട് ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും തൈരും കൂടി അരച്ചെടുത്ത ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ആ തേങ്ങയുടെ കൂട്ടെല്ലാം നന്നായിട്ട് വെന്ത് ആ തേങ്ങയുടെ ആ പച്ച ചുവയെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു ബൗളില് 250 ml കപ്പിന് 3 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ തൈര് കട്ടകളൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇപ്പൊ തൈര് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കട്ടകളൊന്നും ഇല്ലാതെ തൈര് ഉടച്ചെടുക്കാൻ. ഇപ്പൊ ഒരു 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങയുടെ പച്ച ചുവയെല്ലാം മാറി തേങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കട്ടകളെല്ലാം ഉടച്ചെടുത്ത തൈര് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തൈരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തൈര് അങ്ങ് തിളച്ചു പോകരുത്. ഇതുപോലെ തൈര് പതഞ്ഞു വരുന്ന സമയം ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പൊ തൈരൊന്ന് പതഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി കൂടി പോകരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാകും. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമില്ല. വെള്ളം മുഴുവനും വറ്റിച്ചിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയോ എടുക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് വെക്കുക. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോട് കൂടി തന്നെ കടുക് താളിച്ചത് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഓണം സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാമ്പഴത്തിന്റെ ചെറിയൊരു മധുരവും പച്ചമുളകിന്റെ ആ ചെറിയൊരു എരിവും തൈരിന്റെ പുളിപ്പും എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഈ ഓണസദ്യക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഓണസദ്യ സ്പെഷ്യൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്